ചേച്ചി ഓ ഇനി പഴയ പോലെ തന്നെ അരിയിട്ട് തുടങ്ങാം അല്ലേ? പിന്നല്ലാതെ നാണം കെടാതിരിക്കണമെങ്കിലേ പഴയതുപോലെ അരിയിടണം. വലിയ പോലീസുകാരൻ്റെ വീടല്ലേ. നിങ്ങൾ കളിയാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവത്തിൽ നിങ്ങൾ എടുക്കണം കേട്ടോ. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിനക്ക് ഓർമ്മയില്ല, അമ്മ ഇടുന്ന സമയത്ത് 2 നാഴി ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പിടിയിടം കിടും. അതാണ് ഒരു ഐശ്വര്യം. നമുക്ക് അറിയാൻ പറ്റണം അതിൻ്റെ കാര്യങ്ങൾ. എടീ പറയുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, പാചകം എന്ന് പറയുന്ന ഒരു കലയാണ്, ഒരു തപസ്സാണ്. ഇപ്പൊ ദുർവാസത ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അത് ഭർത്താവാണെങ്കിലും ശരി, സഹോദരനാണെങ്കിലും ശരി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കണം നമ്മൾ. അപ്പോൾ നല്ല കറികൾ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, തൊട്ടങ്ങനെ അങ്ങനെയുള്ള കറികൾ വെച്ച് കൊടുത്താൽ 1 മണി അരി പോലും ബാക്കി വരില്ല. അതാണ് പെണ്ണിന്റെ മിടുക്കത. അറിയില്ല, അതാണ് കുഴപ്പമായി പോയി. അപ്പൊ ഒരു കാര്യം പോലെ പറയട്ടെ, അല്ലാണ്ട് അപ്പൊ ഈ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കയറി വന്ന് എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ന് നീ ഒരാളെ കൊണ്ട് വന്നല്ലോ, ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വന്നാലേ എന്ത് ചെയ്യും? മുട്ടി പറ. ഉത്തരം മുട്ടിയിട്ടൊന്നുമല്ല, ഒരു സാമാന്യ ബോധം വേണം നമുക്ക്. നമ്മൾ അരി ഇടുന്ന നേരത്ത് ഒരു ചിന്ത ഉണ്ടാവണം, നമുക്ക് ഒരു ഉള്ളുവിളി ഉണ്ടാവണം. ഇന്ന് വിരുന്നുകാരെങ്കിലും വരുമല്ലോ എന്ന് കരുതി കുറച്ച് അരി ഇടണം, അത്രേ ഉള്ളൂ. അതിന് ഇവിടെ ആരും ജോത്സ്യം ഒന്നും പഠിച്ചിട്ടില്ലേ? ഹലോ, അതിനിപ്പോൾ ജോത്സ്യം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് അരി അമ്മ ഇടുന്ന എങ്ങനെയായിരുന്നു? കഴുകിയ കലത്തിലോട്ടിടും. അങ്ങനല്ല, അമ്മ അരി ഇടുന്ന നേരത്ത് ഇങ്ങനെ ശ്രദ്ധിക്കും. പെണ്ണേ, കാക്ക വിളിക്കുന്നുണ്ടല്ലോ, കാക്ക വിരുന്നുകാരോ വരുന്നുണ്ട്. അതൊരു പെണ്ണിൻ്റെ ബുദ്ധിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവും, അരി ഇടുന്ന നേരത്തെ ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്തയിലാണ് അത് നമ്മൾ നന്മയോടെ നേർമയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്തരം ചിന്തകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പരിസരമൊക്കെ വീക്ഷിക്കണം. അങ്ങനെയൊക്കെ വേണ്ടി വരും, എങ്കിൽ മാത്രമേ കൊള്ളാവൂ. അതറിയില്ലായിരുന്നു. ഒരു അതിഥി വരുമ്പോൾ അതിഥിയെ സൽക്കരിക്കുന്ന രീതിയുണ്ട്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിഥി ദേവോ ഭവ, അതിഥി ദൈവത്തെ പോലെ കാണണം നമ്മൾ. അതിഥിയുടെ മനസ്സും വയറും നിറഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കും. നീ യൂണിഫോം അങ്ങ് അഴിച്ചു, നമുക്ക് മറ്റേ ട്യൂട്ടോറിയൽ മതി. അതാകുമ്പോൾ ഈ ഉപദേശം പിള്ളേര് കേട്ടിരിക്കും. പിള്ളേരെല്ലാം അലഞ്ഞിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞു കേട്ടോ. അവരെല്ലാം ഉന്നതിയിൽ ഇരിപ്പുണ്ട്. ഇന്നും കാണുമ്പോൾ സാറേ എന്നൊരു വിളിക്കുമ്പോണ്ടല്ലോ എന്തൊരു സ്നേഹം എന്നറിയാമോ? ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. എല്ലാ മേഖലയിലേക്കും ഇപ്പോൾ ആൾക്കാർ അതാണ് പറഞ്ഞത്, അവിടെ പിടിച്ചിരിക്കണം നമ്മൾ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സംസാരത്തിൽ ഞാൻ വന്നപ്പോൾ പോലെ നിങ്ങൾ കളിയാക്കി തുടങ്ങിയാണ്. ഈ പാചകം നിങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ 2 കറി വെക്കണം, ചോറ് വെച്ച് ഇങ്ങനെ വെച്ച് കാട്ടി കൂടി തരിക. രുചി ഉണ്ടോ മണം ഉണ്ടോ നിങ്ങൾ നോക്കാറില്ല. പിന്നെ 2 തുണി ഒന്ന് കഴുതണം. ഇത്രയല്ലേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക്. പെണ്ണുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഏട്ടനെ കൊണ്ട് സാധിക്കുമോ ചെയ്യാൻ? എന്താ സാധിക്കുന്നു? ഈ ചോറും കറിയും ഒരു ദിവസം നാളെ നിനക്ക് പണിയില്ലല്ലോ, നിനക്ക് പോകണ്ടല്ലോ, നാളെ ഒരു ദിവസം നിനക്ക് ഇത് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആരുടെ വാഴയുടെ അടുത്താണോ അതോ എൻ്റെ അടുത്താണോ? നിന്റെ അടുത്ത്, കനകന്റെ അടുത്ത്. കനകനെ നീ വെല്ലു വിളിച്ചത് പാചകത്തിന്റെ കാര്യത്തില? മറ്റേ പ്രകൃതിയിലോട്ട് നോക്കണം, കോഴി കരയുണ്ടോ നോക്കണം, കാക്ക കരയുണ്ടോ നോക്കണ പോലെ ഒന്നുമല്ല. വെല്ലുവിളി തന്നെ. ഒരു ദിവസം നീ ചെയ്ത് കാണിക്കേ. പക്ഷെ ഒരു കാര്യം, നീ ഉണ്ടാക്കിയിട്ട് സാധനം ബാക്കി വരരുത്. ബാക്കി വരില്ല കൃത്യമായിട്ട്. നിങ്ങളത് പേടിപ്പിക്കല്ലേ, കനകനെ പേടിപ്പിക്കല്ലേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, മീശ വിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് ഞങ്ങൾ എങ്ങനെയാണ്